ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വങ്കട മീൻ കറിയും മീൻ ഫ്രൈയും ആണ് കേട്ടോ. ആദ്യം നമുക്ക് വങ്കട മീൻ കറി കാണാം. വങ്കട നല്ല പച്ച വങ്കട, ചെറുതാണെങ്കിലും നല്ല പച്ച വങ്കട ഉച്ച സമയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് മേടിച്ചു, കട്ടൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്തു. തേങ്ങ അരയ്ക്കാതെ വയ്ക്കുന്ന വങ്കട മീൻ കറിയാണ്. എല്ലാ മീനിലും ഇതുപോലെ ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനാവശ്യമായ സാധനങ്ങൾ: തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ വേണം കേട്ടോ, കട്ട് ചെയ്തെടുക്കുക. പച്ചമുളകും കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് ആദ്യം നമുക്ക് മൺചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും ഉലുവയും കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി നമുക്ക് ഇട്ട് വഴറ്റി കൊടുക്കാവേ. ഇന്ന് 2 മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. രണ്ടും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. ഒരു സ്പെഷ്യൽ മസാല ഇട്ട മീൻ ഫ്രൈ ആണ് അടുത്ത വീഡിയോ. അപ്പോൾ 2 വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്കെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. വോയിസ് പ്രശ്നമായിട്ടിരിക്കും അതാണ് കേട്ടോ. അപ്പം എല്ലാം കൂടി നല്ല വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എല്ലാവരുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഒരു പേർക്ക് കമൻറ്റ് ഇടാൻ പറ്റുന്നില്ല അങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ കുറച്ച് പേർക്കൊക്കെ ഇടാൻ പറ്റുന്നു. എന്താ പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസിൽ ഒന്നിലും കമൻറ്റ് വരുന്നതേ ഇല്ല. അങ്ങനെ നമ്മൾ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കറി വെച്ച് പിറ്റേ ദിവസം കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ തക്കാളിയൊക്കെ കൂടി വശക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് പുളി വേണേലും ആഡ് ചെയ്യാം കേട്ടോ. വാളംപുളി വേണേലും കുടംപുളി വേണം. ഞാൻ കുടംപുളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലെ എണ്ണയും ചട്ടിയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി മൂത്ത് പോകത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ പൊടി ഇതിലോട്ടിട്ട് തന്നെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഒത്തിരി കരിയുന്ന ലെവലല്ല. നമുക്ക് എന്തൊക്കെ പൊടികളാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും കുറച്ച് കൂടുതൽ കാശ്മീരി ചില്ലിപ്പൊടിയും പിന്നെ സാധാ എരിവുള്ള മുളക് പൊടിയും കൂടി ഇട്ട് നല്ലൊരു മൂപ്പിച്ച് പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് തിളപ്പിച്ച വെള്ളം, പച്ചവെള്ളമല്ല തിളപ്പിച്ച വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നമുക്കിത് തിളച്ച് വരുന്ന സമയത്ത് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ടില്ല. അതപ്പോൾ നല്ല എല്ലാം കൂടി പച്ചമണം മാറി കുറുകി വരുന്ന സമയം നമുക്കിതിലോട്ട് പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പുളി വെള്ളവും പിന്നെ കുറച്ച് കൂടുതൽ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എത്രയും നമുക്ക് അരപ്പിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്. ഞാൻ 6 മീനുണ്ടായിരുന്നു കേട്ടോ. നല്ല ലാഭം, നല്ല പച്ച മീനാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും പിടിച്ചിട്ട് വന്ന് ചില സമയം അങ്ങനെ ഉച്ച സമയത്ത് കൊണ്ടുപോകുന്ന മീൻ നല്ല ഫ്രഷ് മീനായിരിക്കും. നല്ല പാരയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വങ്കടയാണ് കേട്ടോ മേടിച്ചത്. 6 എണ്ണം 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. നല്ല പച്ച, കാണുമ്പോൾ തന്നെ മനസ്സിലായില്ല, നല്ല ഫ്രഷ് മീനായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞുകൊണ്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ടേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തിളയ്ക്കുമ്പോൾ മാത്രമേ ഞാൻ മീൻ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ പുളിയെല്ലാം ഒഴിച്ചു. പുളി നമ്മൾ നല്ല രീതിയിൽ കഴുകി ആദ്യം മാറ്റിയതിന് ശേഷമാണ് വീണ്ടും വെള്ളത്തിൽ ഇടുക. എന്നിട്ട് നമ്മൾ ആ വെള്ളവും പുളിയും കൂടി ചേർത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് അധികം മീനൊന്നും ഒത്തിരി നല്ല രീതിയിൽ കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല കേട്ടോ. എൻ്റെ അമ്മയൊക്കെ തലയൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്യുന്ന നല്ല ചന്തമായിട്ട് കട്ട് ചെയ്യും കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. പിന്നെ വങ്കടയല്ലേ, അപ്പം വങ്കട തിന്ന സങ്കടം മാറുന്നല്ലേ. അപ്പം സങ്കടം അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം എല്ലാവർക്കും വങ്കട കഴിച്ച് സങ്കടം മാറ്റാം. അങ്ങനെ നമ്മുടെ വങ്കട മീൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പച്ച മീനായതുകൊണ്ടാണ് ഒത്തിരി അരപ്പൊന്നും പിടിക്കാത്ത പോലെ ഇരിക്കുന്നത്. പക്ഷെ നല്ല കുറച്ച് നേരം വറ്റി വന്നപ്പോൾ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാ അരപ്പൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത്. നമുക്കിനി അടുത്ത നെന്മീൻ ഫ്രൈ ഒരു പ്രത്യേക മസാല ഇട്ടിട്ടൊരു നെന്മീൻ ഫ്രൈ. നമ്മൾ നെന്മീൻ കട്ട് ചെയ്താണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: പെരിഞ്ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് ആദ്യം മിക്സിയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം.
വെള്ളം ആവശ്യമാണെങ്കിൽ ഒരു സ്പൂണിലൊരു കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലാതെ അരയുവാണെങ്കിൽ അത് അത്രയും നല്ലത്. എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പെരിഞ്ജീരകമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ ഫ്രൈ ചെയ്യാത്തവരുണ്ടല്ലോ, ഉറപ്പായിട്ടും മസ്റ്റ് ട്രൈ ആണേ. അപ്പം നമ്മൾ ആദ്യം ഇത് പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലാക്കിയതിന് ശേഷം പൊടികളായിട്ട് മുളക് പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് അരപ്പ് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാവേ. നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താൽ മതിയേ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തേ. എല്ലാം കൂടി ആദ്യം സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അരപ്പ് കുറച്ച് കൂടുതലാണ് ആവശ്യം. അതെന്തിനാന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ നെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ നെമ്മീന് ക്ലീൻ ചെയ്ത് അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നല്ലോ, ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. മീൻ പീസിലോട്ട് തന്നെ എല്ലാ അരപ്പും ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അരപ്പ് എല്ലാം നമ്മൾ ഇതിൻ്റെ മീനിൻ്റെ പുറത്ത് നല്ല രീതിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഒത്തിരി നേരം പുരട്ടി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി അപ്പോൾ നല്ല എരിവല്ലേ, പിന്നെ കുഞ്ഞിനെയൊക്കെ എടുക്കുന്നുണ്ട്. ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ എല്ലാ മീനും ഒന്ന് പുരട്ടിയെടുത്തത്. എല്ലാ മീനും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി അരപ്പുണ്ടാവുമേ. നമുക്ക് കൂടുതലെല്ലാം അരപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി അരപ്പ് നമുക്ക് എടുത്ത് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അത് ആവശ്യമുണ്ടേ. ഹോട്ടലിലൊക്കെ കിട്ടത്തില്ല നല്ല സ്പെഷ്യൽ ഫ്രൈ, അതേ കണക്ക് കിട്ടുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻ്റ് ഇടാൻ പറ്റുന്നവർക്ക് ഒന്ന് കമൻ്റൊക്കെ ചെയ്യുക കേട്ടോ. ഈ ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അരപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളൊരു പാനിലോട്ട് വെളിച്ചെണ്ണ, ഒരുപാട് ആവശ്യമൊന്നുമില്ല കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മീനിൻ്റെ കഷ്ണങ്ങളെ ആഡ് ചെയ്ത് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. പുറത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ല പാകമായിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എല്ലാവരും സപ്പോർട്ടും ഇനിയും പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇന്നെൻ്റെ മീൻ കറിയും മീൻ ഫ്രൈയും ഒക്കെ വീഡിയോസ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്കിത് ഒത്തിരി നമ്മളിത് ഫ്ലെയിം നന്നായിട്ടൊന്ന് സിമ്മിലേ വെക്കാവൂ കേട്ടോ. ഒത്തിരി കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. നമ്മൾക്ക് ഈ ബാക്കി വന്നിരുന്നില്ലേ അരപ്പ്, ആ അരപ്പ് നമ്മൾ ദണ്ട് ഈ മീൻ കഷ്ണങ്ങളൊക്കെ അങ്ങോട്ടൊന്ന് നീക്കി വെച്ചതിന് ശേഷം ഈ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ അരപ്പ് ഈ എണ്ണയിലോട്ടിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി കൊടുക്കുക. സിമ്മിലിട്ടിട്ട് ചെയ്യാവും. ഇത് കരിയാൻ പാടില്ല കേട്ടോ. 2-3 മിനിറ്റ് ഇങ്ങനെ കൈ വിടാതെ നല്ല രീതിയിലൊന്ന് പച്ചമണം മാറും വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്ത് നല്ല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിന് ശേഷം മീനും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല അരപ്പോട് കൂടിയ ഒരു മീൻ ഫ്രൈ ആണ്. ഇപ്പോൾ ദാണ്ട് ഇതൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ കൂടി ഇങ്ങോട്ട് ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ല പ്രത്യേകം യോജിപ്പിച്ചെടുത്താൽ നല്ല സ്പെഷ്യൽ ഫ്രൈ കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഇതേ പറയാനുള്ളൂ. നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടാറ്റ ബൈ ബൈ, സി യു.